അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായി ഇറാൻ തിരിച്ചടിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശനിയാഴ്ച രാത്രി വൈകി ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണ പരമ്പരകളിൽ സുപ്രധാന സർക്കാർ കെട്ടിടങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുവൈറ്റിലെ വിവിധ മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി കോംപ്ലക്സ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇതിൽ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. 2 പ്രധാന വൈദ്യുതി ജലവിതരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ബഹ്റൈനിലെ പ്രമുഖ ഇന്ധന കമ്പനിയായ ബാബ്കോയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. അങ്ങനെ നിരവധിയായ ആക്രമണങ്ങൾ ഇപ്പോൾ ബഹ്റൈനിലും കുവൈറ്റിലും മറ്റുമായി ഇറാൻ നടത്തുന്ന പശ്ചാത്തലം ഏറെ നിർണായകമായി മാറുകയാണ്. വിനോദ്, ഗൾഫ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണ്, മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്നു. വലിയ പ്രതിസന്ധി ബഹ്റൈനും കുവൈറ്റും ദുബായും അടക്കമുള്ള GCC രാജ്യങ്ങളിൽ സംഭവിക്കുകയാണ്. രഞ്ജിത്ത്, GCC രാജ്യങ്ങളുടെ ഭാവി തന്നെ ഇനി എന്താകും എന്ന് വലിയ ചോദ്യം ഉയർത്തുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് യുദ്ധം അവസാനിച്ചാൽ പോലും ഈ പ്രതിസന്ധി അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാനിലെ ആണവ കേന്ദ്രത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അമേരിക്ക സഖ്യസേന നടത്തിയ ആക്രമണം, അവിടെ ചെറിയ തോതിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആണവ വികിരണം ചെറിയ തോതിലുണ്ട്, എന്നാൽ അങ്ങനെ അപകടകരമായ രീതിയിലില്ല എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അങ്ങനെ വലിയ ആക്രമണം ഉണ്ടായാൽ അത് ബാധിക്കാൻ പോകുന്നത് ഇറാനെ മാത്രമല്ല, ടെഹ്റാനിലേക്ക് അതിൻ്റെ വികിരണങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഈ പെർഷ്യൻ കടലിടുക്കിൻ്റെ ഒരു വശത്ത് ഇറാനും മറുവശത്തായി കുവൈറ്റ്, ഖത്തർ പോലുള്ള രാജ്യങ്ങൾ, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ബാധിക്കുന്ന രാജ്യങ്ങൾ ഇവയായിരിക്കും. അമേരിക്കയ്ക്ക് സൈനിക താവളം നൽകിയിട്ടുള്ള രാജ്യങ്ങളാണ്, അമേരിക്കയുമായി സഖ്യമുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഈ ആണവ ചോർച്ച ഉണ്ടായാൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രമായിരിക്കില്ല ഈ വികിരണം ഉണ്ടാകുക, അത് ആ പ്രദേശത്താകെ ബാധിക്കുന്ന നിലയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ആകാശ മാർഗം നോക്കുമ്പോൾ ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് വളരെ അകലെയല്ലാതെയാണ് ഈ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ്റെ മുഴുവൻ മേഖലയിലും അത് വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സമീപ രാജ്യങ്ങളിലേക്ക് ആണവ വികിരണം ഉണ്ടാകും. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഗൾഫിൻ്റെ ഒരു നാശത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്ന നിലയുണ്ടാകും. അവിടെ അമേരിക്കയും ഇസ്രയേലും കൈകഴുകി പോകാനുള്ള എല്ലാ സാധ്യതകളും ഈ നയതന്ത്ര വിദഗ്ധർ അല്ലെങ്കിൽ വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതാണ്. യുദ്ധം ഒരുപക്ഷെ ആത്യന്തികമായി കെടുതി ഉണ്ടാക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിലാണ്, അവിടുത്തെ രാജ്യങ്ങൾക്കാണ്. അവിടെ സുന്നി ഷിയ തർക്കങ്ങളൊക്കെ പറഞ്ഞാൽ പോലും ഈ രാജ്യങ്ങൾ പരസ്പരം ഇല്ലാതാകുന്ന നിലയിലേക്ക് ഈ യുദ്ധം കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇന്ത്യക്കാർക്കും കേരളീയർക്കും ഒക്കെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ധാരാളം ജനങ്ങൾ, നമ്മുടെ ഒരുപാട് ആളുകൾ അവിടെ കഴിയുന്നുണ്ട്, ജോലിയെടുക്കുന്നുണ്ട്, പല ആവശ്യങ്ങളുമായി അവിടെ എത്തുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക തകർച്ചയും അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾക്കുണ്ടാകുന്ന കെട്ടിടങ്ങൾക്കും മറ്റും ഉണ്ടാകുന്ന കേടുപാടുകളൊക്കെ അവരുടെ സാമ്പത്തിക നട്ടലിനെ തകർക്കുന്ന നിലയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ ബഹ്റൈനിലെ പ്രമുഖ ഇന്ധന കമ്പനിയായ ബാബ്കോയ്ക്ക് നേരെയും ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. സിത്ര ഐലൻഡിലെ റിഫൈനറിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വൻ തീപിടുത്തമുണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെ ഇറാൻ കൃത്യതയാർന്ന മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിക്കുമെന്ന ഇറാൻ്റെ തന്നെ മുന്നറിയിപ്പ്, അത് IRGSൻ്റെ മുന്നറിയിപ്പ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം തന്നെ സംഭവിച്ച കാര്യമാണ്. അങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കുവൈറ്റിലേക്കൊക്കെ നിരവധി തവണയാണ് അക്രമമുണ്ടായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒറാക്കിളിൻ്റെ ആസ്ഥാനത്തിന് നേരെ അല്ലെങ്കിൽ അവരുടെ ഓഫീസിന് നേരെയൊക്കെ തന്നെ ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പ്ലാന്റുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. സ്റ്റീൽ പ്ലാന്റുകളും അലുമിനിയം പ്ലാന്റുകളും മറ്റ് റിഫൈനറീസുകളും ഒക്കെ തന്നെ ആക്രമിക്കപ്പെടുന്ന നിലയിലേക്ക് പോകുന്നു. തീർച്ചയായും ശരി. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇറാന്റെ പ്രധാന ആണവ നിലയമായ ബുഷഹർ ശനിയാഴ്ച US-ഉം ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ വലിയ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. GCC രാജ്യങ്ങളെ വികിരണം ബാധിക്കും, റേഡിയോ ആക്റ്റീവ് മലിനീകരണ മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഒരു സൈനികൻ മരിച്ചു, 198 തൊഴിലാളികൾ ഒഴിപ്പിച്ചു. നിലയത്തെ നിരന്തരം ആക്രമിക്കുന്നത് ആണവ ചോർച്ച ഉണ്ടാകാൻ ഇടയാക്കുമെന്നാണ് അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുന്നത്. മാത്രമല്ല GCC രാഷ്ട്രങ്ങളിലെ ജനതയെയും തകർത്ത് കളയുമെന്നും പറയുന്നു. കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ ഇത് ബാധിക്കുന്നത് കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങളെയാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഈ ബുഷഹർ എന്ന് പറയുന്ന നിലയം ഈ പറഞ്ഞ രാജ്യങ്ങളുടെ തൊട്ടടുത്താണ് എന്നുള്ളതാണ് വിഷയത്തിൻ്റെ ഗൗരവം കൂട്ടുന്നത്.
ഇതിനിടയിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയ ഹോർമുസ് കടലിടുക്ക് കടന്ന് 8 ഇന്ത്യൻ കപ്പലുകൾ. ഈ പാതയിലൂടെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ കടത്തിവിടാൻ കഴിഞ്ഞ രാജ്യങ്ങളൊന്നായി ഇന്ത്യ മാറുന്ന പ്രധാനപ്പെട്ട സാഹചര്യം ഒരുങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ഈ നേട്ടം. ഗ്രീൻ സാൻവിയാണ് ഹോർമുസിലൂടെ ഇന്ത്യയിലേക്ക് കടന്ന 8ാമത്തെ കപ്പൽ. 2 കപ്പലുകൾ കൂടി LPGയുമായി ഉടൻ ഹോർമുസ് കടക്കും. ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നിവയാണ് ഈ കപ്പലുകൾ. ശിവാലിക്, നന്ദാദേവി, ജഗ് ലാഡ്കി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത്, BW ടൈഗർ, BW എൽംസ് എന്നിവയാണ് ഹോർമുസ് കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. ഇപ്പോഴും 15-ലധികം കപ്പലുകൾ ഹോർമുസിലുണ്ട്. 450-ലധികം ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് താനും. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിലയിലാണ്. 2025-26 കാലത്ത് ഇന്ത്യയുടെ കയറ്റുമതി 38,424 കോടിയിലേക്ക് കുതിച്ചുയർന്നതായി പ്രതിരോധ മന്ത്രാലയ രേഖകൾ വ്യക്തമാക്കുന്നു. 2016-17 കാലത്തെ അപേക്ഷിച്ച് 25 മടങ്ങ് വർധനവുണ്ടായി. 2016-17 കാലത്ത് പ്രതിരോധ കയറ്റുമതി കേവലം 1,522 കോടി മാത്രമായിരുന്നു. അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ ഇന്ത്യ നിലയുറപ്പിക്കുകയും കരുത്ത് തെളിയിക്കുകയുമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനകം നമുക്കറിയാം പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഏറ്റവും പ്രധാനമായും വാങ്ങുന്ന മ്യാൻമാറാണ്, തൊട്ടുപിന്നിൽ ഫിലിപ്പൈൻസും, പിന്നീട് അർമേനിയയുമാണ്. കപ്പലുകളാണ്, ഇന്ത്യൻ നിർമ്മിത കപ്പലുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ള സുപ്രധാന നിരീക്ഷണം കൂടിയുണ്ട്. വിനോദ്, നമുക്ക് വലിയ അഭിമാനമാണ് ഈ നേട്ടം അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഏതാണ്ട് 28ഓളം കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്നത്. അത് ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ് കടത്തിവിടാത്ത തരത്തിൽ അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ താരിഫ് ചുമത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നിരുന്നു. ഏതാണ്ട് മദർഷിപ്പുകൾക്ക് 8 കോടി രൂപ വരെ താരിഫ് നൽകണം എന്ന നിലയ്ക്കാണ് ഇറാൻ്റെ ഒരു തീരുമാനം വന്നത്. അത് അവർ നടപ്പാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് വന്ന കപ്പൽ വലിയ നിലയിൽ ഏതാണ്ട് 5 ലക്ഷം ടൺ ബാരലുമായി വന്ന എണ്ണക്കപ്പൽ അത് ചൈനയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അത് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണെന്ന ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അതിലൊരു ഔദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നു. അത് ഈ എണ്ണ കമ്പനികൾക്ക്, അല്ലെങ്കിൽ ആ കപ്പൽ കമ്പനികൾക്കും ഈ എണ്ണ കമ്പനികൾക്കുമായുള്ളൊരു ധാരണയാണ്. ആവശ്യമായ സാഹചര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ആവശ്യമെങ്കിൽ ഈ സർവീസുകളെ മാറ്റാം, അങ്ങനെ പുനഃക്രമീകരിക്കാം. അങ്ങനെ ഒരു കാര്യമാണ് നടന്നത്. മറ്റ് പ്രശ്നങ്ങളില്ല എന്ന കാര്യം ഇപ്പോൾ ഇന്ത്യയുടെ വിശദീകരണമായി വന്നിരിക്കുന്നു. മാത്രമല്ല 8 കപ്പലുകൾ കൂടി ഹോർമുസ് വിട്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ മംഗലാപുരത്തേക്ക് ഒരു കപ്പൽ കൂടി വന്നിരിക്കുന്നു. 44,000 ടൺ LPGയുമായാണ് ഈ കപ്പൽ അടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നുണ്ട്. ഗുജറാത്തിലേക്കും മറ്റ് തീരങ്ങളിലേക്കുമൊക്കെ തന്നെ കപ്പലുകൾ എത്തുന്നുണ്ട്. അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി എല്ലാം തന്നെ വരുന്നുണ്ട്. LPG ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പാചകവാതകത്തിനൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണം കുറേയൊക്കെ മാറ്റുകയും ചെയ്തു. ഹോട്ടലുകളിലൊക്കെ അവർക്ക് ആവശ്യമായ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിയന്ത്രണത്തിലൊക്കെ കുറേ അധികം ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിൽ ഈ സഞ്ചാരത്തെ ബാധിക്കില്ല. പക്ഷേ അമേരിക്കയുടെ തീരുമാനം അത് വളരെ നിർണായകമാണ്. കാരണം അവർ കൂടുതൽ കപ്പലുകൾ ഇവിടേക്ക് അയക്കുന്നു, വിമാനവാഹിനി കപ്പലുകൾ തീരത്തേക്ക് ഇറാൻ്റെ സമീപത്തേക്ക് അയക്കുന്നു. അതുകൊണ്ട് തന്നെ കരയുദ്ധം എന്ന ഒരു ഭീഷണി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ട്രംപിൻ്റെ ഒരു വാക്ക് വളരെ പ്രസക്തമാകുന്നത്. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളുടെ സുരക്ഷിതത്വം അതാത് രാജ്യങ്ങൾ ഉറപ്പാക്കിക്കൊള്ളണം, തങ്ങൾക്കിതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ട്രംപ് ഈ യുദ്ധം തുടങ്ങുകയും പിന്നീട് അവിടുത്തെ മറ്റ് രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് കൈയൊഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. നാറ്റോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു തരത്തിലും ഈ യുദ്ധത്തെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.